നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മപ്പടിച്ച് വന്ന മുട്ടുമടക്കി മടങ്ങി, മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലാകുമോ CPI? എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയെന്ന മാന്നാർ മത്തായി സ്പീക്കിങ്ങിലെ ഡയലോഗ് പോലാവും ഒടുവിൽ എന്നാണ് സൂചന. CPI അറിയിക്കാതെ PMC കരാർ ഒപ്പിട്ടതിനെതിരായ CPIയുടെ പ്രതിഷേധം ആവിയായ ലക്ഷണമാണ്. PMC കരാർ ഒപ്പിടൽ ഇടതുപക്ഷ വഴിയല്ല, മുന്നണി മര്യാദയുടെ ലംഘനമാണ്, അതിൽ അസ്വാഭാവികതയുണ്ട്. സർക്കാർ മുന്നണിയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പാലിച്ചിട്ടില്ല. CPI മന്ത്രിമാരാരും ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. മന്ത്രിസഭയിൽ ചോദിച്ചിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിയും മിണ്ടിയില്ല. ഇതെന്ത് കൂട്ടുത്തരവാദിത്തമാണ്? ഇങ്ങനെയൊക്കെയായിരുന്നു കടുപ്പത്തിൽ ബിനോയ് വിശ്വം ഇന്നലെ ചോദിച്ചത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി ചർച്ച നടത്തി. അങ്ങ് ഡൽഹിയിൽ CPI ജനറൽ സെക്രട്ടറി D രാജ, CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ കണ്ടും ചർച്ച നടത്തി. ഒപ്പിട്ട കരാർ ഒപ്പിട്ടു, ഇനി അതിൽ നിന്ന് മാറാനാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPM. ഒരു മാസത്തിനുള്ളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ CPMുമായി ഇടയുന്നതിലെ അപകടം CPIക്ക് നന്നായി അറിയാം. ഇനി ആകെ വഴി PMCയിൽ ഒപ്പിട്ടെന്ന് കരുതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ലെന്നും ഒപ്പിടും മുമ്പ് CPIയുമായി ചർച്ച നടത്തുന്നതിൽ വീഴ്ച വന്നു എന്നും ഒരു വിശദീകരണം മുഖ്യമന്ത്രിയോ അതിന് MV ഗോവിന്ദനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ നൽകണം. അതോടെ CPIയുടെ പ്രതിഷേധം അവസാനിക്കും. ഇതിനപ്പുറം എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ 27 ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അംഗങ്ങൾ പഴയ CPIയുടെ വീറിൽ ആഞ്ഞടിക്കേണ്ടി വരും. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ദിവാകരൻ, ഇന്നലെ വലിയ ക്ഷോഭത്തിലൊക്കെ ആയിരുന്നു CPI. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്നുള്ള മട്ടിലേക്കാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാറേ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്ന മോഡി സർക്കാർ PM ശ്രീ എന്ന പ്രൈം മിനിസ്റ്റർ ഇതിൽ കൊടുക്കാൻ തീരുമാനിച്ചില്ല. 3 കൊല്ലം മുമ്പിലാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പോ അന്ന് ഇവർ റിജക്റ്റ് ചെയ്ത്, ഇന്ന് ധാരാളം ദൂർത്തോ കൊക്കിലൊതുങ്ങുന്ന കൊത്താണ്ടും എല്ലാം പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ഗതികെട്ട പുല്ലും തിന്നു പറഞ്ഞാൽ അത് ഏത് ഗവൺമെന്റും ശ്രദ്ധിക്കണ്ടേ? ഇവർ ഉറവുള്ള കിണറ്റിലല്ലേ വെള്ളമുണ്ട്. ആ സമയത്താ ഇപ്പൊ ഒപ്പ് ചെയ്ത് ഘടക കക്ഷി ഒപ്പിട്ട് ഇപ്പം ഘടക കക്ഷി വേണ്ടാന്ന് പറഞ്ഞു. അതായത് മോഡി സർക്കാരിന്റെ കാലിന് വീഴണ്ടെന്നുള്ള ഇതിലാ ഓറ് വേണ്ടാന്നിട്ട് ഓറ് അത് സമ്മതിക്കാത്തത്. അവര് സമ്മതിക്കാം. പക്ഷെങ്കിൽ ഗവൺമെന്റിന് ഇപ്പം പൈസ വേണ്ടേ? അതുകൊണ്ടായിരിക്കും ഈ പണിയെടുത്ത്. അതുകൊണ്ടാണ് നമ്മളിപ്പം എത്ര കോടീശ്വരനാൽ ഏതെങ്കിലും കാലത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണത്തിന് 4 പറയും പായുന്ന പോലെയല്ലേ കഥ. ഏത് ഗവൺമെന്റും അതായത് കൊക്കിൽ ഒതുങ്ങുന്ന മാത്രമേ സാറിന് മനസ്സിലാവൂല്ലോ. ശരി ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ CPI ഇപ്പോൾ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആയി മാറുമോ? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായം പണ്ടൊരു പഴഞ്ചലുണ്ട്, കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം തുള്ളൂ. ഈ CPI അതുവരെ തുള്ളുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അവരെന്താവും പത്തി മടക്കും. കാരണം നമുക്കറിയാലോ, ഇതില്ലേ മറ്റേ ആ പ്രശ്നത്തിന് തന്നെ അന്ന് അവര് വൈമാറുക ചെയ്തത്. അതുകൊണ്ട് എന്തായാലും ഈ ഒപ്പിട്ട പദ്ധതി ഉണ്ടല്ലോ, അത് ഏതായാലും നടപ്പിലാക്കുന്നു എന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷെ അത് നടപ്പിലാക്കുന്നത് ഒട്ടും ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? CPI ഇന്നലെ കണ്ട ഒരു വീറ് ഇന്ന് കാണുന്നില്ല. ഇന്ന് CPIക്ക് അത് വഴങ്ങുന്ന ലക്ഷണത്തിലേക്കൊക്കെയാണ് മാറുന്നത്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞതല്ലേ സാർ, CPIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. CPI അടിയാളന്മാരെ പോലെ ഈ മുന്നണിയിൽ നിൽക്കൂ. പിന്നെ ഒപ്പിട്ടതും ഫണ്ട് വാങ്ങിയതും ഒക്കെ അതൊക്കെ മറ്റൊരു വശം. കാരണം അതൊക്കെ എന്ന് വെച്ചാൽ അവർ നിലപാട് മാറ്റിയത് കേന്ദ്രം അതേ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. നിലപാട് മാറ്റിയത് ഇപ്പൊ ഇവരല്ലേ, അല്ലാതെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നൊരു നിലപാട് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊക്കെ ജാള്യരാകുന്നതിന് മുമ്പേ തന്നെ ആലോചിക്കേണ്ട കേസുകളാണ്. പിന്നെ ഈ പൊതുവേദിയിലെ പ്രേക്ഷകന്മാർക്ക് മറ്റുള്ളവർക്ക് വിഡ്ഢികളോ കഴുതകളോ എന്നൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ സാർ. ഞങ്ങൾക്കൊക്കെ പ്രതികരിക്കുവാനാണ് അവകാശമുള്ളൂ. ഓരോരുത്തർക്കും പ്രതികരിക്കുവാനുള്ള അവകാശം പൊതുവേദിയിലുണ്ട്. അതല്ലാതെ അദ്ദേഹം ആ വിഡ്ഢിയാണ് കഴുതയാണ്
ഇങ്ങനെയൊക്കെ ധരിക്കുന്നവർ, അവരെ ധാരണ അവർ വലിയ രാജാക്കന്മാരാണെന്ന്. പക്ഷെ അവർ പൊട്ടക്കരടിച്ച് തവളയാണെന്നുള്ളത് അവർക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇമാതിരി സംസാരങ്ങൾ ഞാനിപ്പോ വിളിക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത പ്രേക്ഷകൻ പ്രതികരിച്ചതിന് അത് നിശിതമായി വിമർശിക്കാം. പക്ഷെ അദ്ദേഹത്തിന് വിവരമില്ല, അദ്ദേഹം കഴുതയാണ് ഇന്നൊക്കെ പറയുന്ന ഈ വിഡ്ഢികളുണ്ടല്ലോ, അവർ ധരിക്കേണ്ടത് നമ്മൾ 10-60 വയസ്സൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാ. ആരാണ് വിഡ്ഢി, ആരാണ് വിഡ്ഢിയല്ലാത്തതെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു പ്രേക്ഷകൻ നമ്മളെ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. നമ്മൾ അസഭ്യമായിട്ട് എന്താ പറഞ്ഞു. താങ്കളെ വ്യക്തിപരമായി പറഞ്ഞതല്ല, പറഞ്ഞതിലെ ഒരു വിഷയത്തെ കുറിച്ച് വിമർശനം ഉന്നയിച്ചാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് താങ്കൾക്ക് പറയാൻ ആ സമയം നൽകിയത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ CPI ഇന്നലെ വലിയ എതിർപ്പിലൊക്കെ നിന്നാണ്. ആ എതിർപ്പ് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമോ, അതോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്നൊക്കെ പറയുന്ന സിനിമ ഡയലോഗ് പോലെ ആകുമോ? അത് സിനിമ ഡയലോഗ് കോംപ്ലിമെന്റ്സ് ആവും. അല്ലാണ്ട് തന്നെ ഇത് അന്നേ ചെയ്താൽ മതി. അന്നേ ഇത് ഇപ്പം പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ഇത് ഇടയ്ക്ക് എതിർപ്പ് നിന്നിട്ട് ഞാൻ വന്നപ്പോൾ പ്രശ്നം ഉണ്ടായത്. അന്നേ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഈ കോൺഗ്രസിന് ഒരു ഇടയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഈ രാജസ്ഥാനിലെ നടപ്പാക്കിയാലും ആ കോൺഗ്രസിലെ ഇരിക്കണം. അവിടെ കോൺഗ്രസിനകത്ത് പറയാൻ യാതൊരു അധികാരവും ഇല്ല. അവിടെ ചെയ്താ പിന്നെ ഫസ്റ്റിലേ തന്നെ. പിന്നെ അവരിനകത്ത് കടന്ന് വലിയ ഭാഗം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, കോൺഗ്രസ്സുകാർ ആദ്യം തന്നെ അതിൽ ഒപ്പിട്ടതാണ്. കോൺഗ്രസ് സർക്കാരുകളെല്ലാം ഒപ്പിടില്ല എന്ന് പറഞ്ഞവർ ഒപ്പിടുമ്പോഴാണല്ലോ സ്വാഭാവികമായും എങ്കിൽ പിന്നെ നേരത്തെ ഒപ്പിട്ടുകൂടായിരുന്നോ എന്നുള്ള ചോദ്യം വരുന്നത്. അതിൽ കോൺഗ്രസ്സുകാർക്ക് വിമർശിക്കുന്നതിൽ നമുക്കിപ്പോ ഇത് പറയാൻ പറ്റുമോ? CPM തന്നെയാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്. അവർ അന്ന് ചെയ്താൽ ഇപ്പം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പൈസ മേടിച്ച് എന്തെങ്കിലും ചെയ്യായിരുന്നു. ഓക്കെ. ശ്രീ പ്രദീപാണ് ഇടുക്കൽ. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങ് പോകുമോ CPI? സാറേ ഒന്ന് കട്ടായ ഒരു മിനിറ്റ്, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് തരണം. ശരി, പറഞ്ഞോ. മന്ത്രിമാർ രാജിവെക്കും, പറച്ചത് വെക്കും, VD സൈസമാണ് CPI വിളിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി എന്തിനറിയാം? CPM പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിഞ്ഞൂടാ. ആവശ്യമില്ലാത്ത ഇന്നലെ എന്തെല്ലാം ഇപ്പൊ രാജിവെക്കും, ഇപ്പൊ മന്ത്രിസഭ പോകും. അങ്ങനെ ആരാണ് ഇപ്പൊ രാജിവെക്കും, ഇപ്പോൾ മന്ത്രിസഭ പോകുന്നത്? മഹി, അങ്ങനെ ഇപ്പോൾ രാജിവെക്കും, ഇപ്പോൾ മന്ത്രിസഭ പോകുമെന്ന് ഞങ്ങളുടെ ചാനലിൽ വന്നത് എവിടെയെങ്കിലും താങ്കൾ എടുത്ത് കാണിച്ചാൽ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താങ്കൾ പറഞ്ഞ ആരോപണത്തിന് കൃത്യമായും തന്നെ പറയുകയാണ്. ഞങ്ങളുടെ ചാനലിൽ എവിടെയെങ്കിലും ഇപ്പോൾ രാജിവെക്കും, ഇപ്പോൾ മന്ത്രിസഭ താഴെ പോകും എന്ന് എവിടെയെങ്കിലും ഇന്നലെ പറഞ്ഞ ഏതെങ്കിലും ഒരു വരി എടുത്ത് കാണിക്കാൻ താങ്കൾ കഴിയുമോ? പിന്നെ ഞങ്ങളുടെ ചാനലും പറഞ്ഞില്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം ധാരണയുള്ളവരാണ്. അവരാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. വേറെ ആര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു കഥ അങ്ങ് ചാനലുകളുടെ പുറത്തോട്ട് തള്ളി വെച്ചാൽ മതിയോ? മഹീദ് ആര് പറഞ്ഞു? ശ്രീ മഹീദ് ആരാ പറഞ്ഞത്? ഏതെങ്കിലും കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ പറഞ്ഞോ ഇപ്പം പോകും നാളെ രാജിവെക്കുമെന്നൊക്കെ വല്ലതും പറഞ്ഞോ? ഈ മാധ്യമങ്ങൾക്ക് നേരെ ഇല്ലാ കഥകൾ പറഞ്ഞു. മാധ്യമങ്ങൾ പറഞ്ഞു ഇപ്പൊ രാജിവെക്കും. ഏത് മാധ്യമമാണ് പറഞ്ഞത്? ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളും ചാനലുകളും എല്ലാം കാണുന്ന ഒരാളാണ്. അത്യാവശ്യം ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുള്ളതിനകത്ത് എന്റെ ശ്രദ്ധയിൽ എവിടെയും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഇപ്പോൾ എല്ലാ മന്ത്രിമാരും രാജിവെക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിസഭ താഴെ വീഴും എന്ന് ഒരു ചാനലും ഒരു പത്രം പറഞ്ഞാൽ എന്റെ അറിവിലില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കാതെ പോയ മറ്റേതെങ്കിലും ചാനലുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ഇത് എവിടെയാണ് കണ്ടത്? ഞാൻ 24 മണിക്കൂർ ഈ വാർത്ത കേട്ടടിക്കുന്നത്. എനിക്ക് ജോലി ചെലുത്തി ചുമ്മാ വീട്ടിലിരിക്കുന്നതാണ്. ശ്രീ മഹീസ്, താങ്കൾ എവിടെയാണ് കണ്ടത്? ഏത് ചാനലിലാണ്, ഏത് പത്രത്തിലാണ് കണ്ടത്? ഞാൻ പത്രം വായിച്ചാൽ കണ്ട കാഴ്ചകൾ പത്രം വായിക്കില്ല. ഏസിലേക്ക് വായിച്ചെല്ലാം റിപ്പോർട്ടിംഗ് ചാനൽ നിങ്ങൾ ചാനൽ വെച്ച് വായിച്ചാലേക്ക് ഇപ്പൊ മന്ത്രി രാജിവെക്ക്. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. പലപ്പോഴും ആളുകൾ ഇങ്ങനെയാണ്, കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറയും മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു. എല്ലാം മാധ്യമങ്ങളുടെ തലയിലേക്കാണല്ലോ ഇപ്പോൾ ഏത് കാര്യം വന്നാലും. മാധ്യമങ്ങൾ വിമർശനം ഉണ്ടെങ്കിൽ അത് പറയാം, പക്ഷേ എല്ലാറ്റിനും ഉത്തരവാദികൾ മാധ്യമങ്ങളാണെന്ന മട്ടിലാണ് പലരുടെയും വിമർശനം വരുന്നത്. ശ്രീ ദിനേശനാണ് കാഞ്ഞങ്ങാട് നിന്ന്. ശ്രീ ദിനേശൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ CPIയുടെ എതിർപ്പ് അവർ പൂർണ്ണമായും ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന്റെ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന് ഇതിനെ എതിർക്കാൻ എന്താ അവകാശമുള്ളത്? കോൺഗ്രസിന്റെ എതിർപ്പാടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം CPM CPI തമ്മിലുള്ള തർക്കമാണല്ലോ. ഇവിടുത്തെ പ്രതിപക്ഷം അവരല്ലേ? അല്ല, പ്രതിപക്ഷത്തിന്റെ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. CPI ആയിരുന്നല്ലോ ഇന്നലെ നേരിട്ട് വന്നത്. ഇത് കൂട്ടുത്തരവാദിത്തമില്ല, ഇതെന്ത് സർക്കാരാണ്, ഞങ്ങളെ മന്ത്രിസഭയിൽ അറിയിച്ചില്ല, ഇതെല്ലാം പറഞ്ഞത് CPI ആണല്ലോ, അതായത് കോൺഗ്രസ് അല്ലല്ലോ ഇതൊന്നും പറഞ്ഞത്. നമുക്ക് CPI ഇന്നലെ നിലപാടിൽ നിന്ന് ഇന്ന് മാറിയോ, അല്ലെങ്കിൽ CPM ഏതെങ്കിലും നിലപാട് മാറ്റിയോ? പ്രതിപക്ഷ നേതാവും KC വേണുഗോപാൽ എന്തെല്ലാം ശ്രീ ദിനേശൻ, അതല്ലല്ലോ നമ്മുടെ ചർച്ച. താങ്കൾക്ക് CPM-ലും CPI കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കൾ അത് പറ. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്.
ഞാൻ പറയുന്നത് ഇത് പറയാൻ കോൺഗ്രസിന് അധികാരമില്ലാതാണ് കോൺഗ്രസിന്റെ അധികാരത്തെ കുറിച്ച് അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന്റെ അധികാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് CPM CPI എന്നുള്ള വിഷയമാണ്. അതിൽ താങ്കൾ അഭിപ്രായം പറയൂ. CPI നിങ്ങൾ മാധ്യമങ്ങൾ അതേലെ ചർച്ച ചെയ്യും, കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്യില്ലല്ലോ. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞതാരാ? മാധ്യമങ്ങൾ കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്തില്ലെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? ഏറ്റവും കൂടുതൽ ഒരു പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ കുറിച്ചാണ്. എവിടെ നമ്മളൊക്കെ എപ്പോഴും നിങ്ങളെ ന്യൂസൊക്കെ കാണുന്നതാണ്. അതാ ചോദിച്ചു. താങ്കൾക്ക് ഇപ്പോഴും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? കേട്ടു. അതിന് അത് ചർച്ച ചെയ്യണ്ടേ? അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ശിവൻകുട്ടിയല്ല ശരിയാക്കി, ശിവൻകുട്ടിക്ക് വിശ്വാസം എന്നല്ല പറഞ്ഞത്. ശിവൻകുട്ടി വിശ്വാസം എന്നാണോ താങ്കൾ ആകെ തുക കേട്ടത്? ഈ സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞത് ഇന്നലെ താങ്കൾ കേട്ടില്ലേ? ഞങ്ങളുടെ മന്ത്രിമാരെ ആരെയും മന്ത്രിസഭയിൽ ഇത് ഒപ്പിടുന്നതിന്റെ തലേദിവസം ഞങ്ങളുടെ മന്ത്രിമാർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അതെ, ശിവൻകുട്ടിയിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി വിശ്വാസം താങ്കൾക്ക് അതാണ് പറയുന്നത്. താങ്കളുടെ കുഴപ്പം താങ്കൾ കേൾക്കേണ്ട ചില ഭാഗങ്ങൾ മാത്രമേ കേൾക്കൂ, ആകെ കൂടി കേൾക്കില്ല. അത് തന്നെ എനക്ക് പറയില്ല, നിങ്ങൾ കേൾക്കേണ്ട കോൺഗ്രസിന്റെ വകയെ കേൾക്കുന്നില്ല. താങ്കൾ അങ്ങനെയൊക്കെ പറഞ്ഞു. താങ്കൾക്ക് ഈ വിഷയത്തിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാലും ന്യായമായി പറയാൻ കഴിയില്ല. ആ ബുദ്ധിമുട്ടിന് മറ്റ് ഒരു പാർട്ടിയുടെ തലയിലോട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ. അത്രയല്ല, അതല്ല ഈ പദ്ധതി നമ്മൾ മുമ്പേ എന്നാ പിന്നെ ഇതിൽ അഭിപ്രായം പറയൂ. ഒന്നുകിൽ CPI പറയുന്നതാണ് ശരി, അല്ലെ CPM പറയുന്നതാണ് ശരി. അതാ പറയൂ. തടഞ്ഞു വെച്ചത് എത്രയാണ്? കേട്ടില്ല. നമ്മുടെ എത്ര ഫണ്ടുകളാ വിദ്യാഭ്യാസ ഫണ്ടുകൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്? ഞാനത് ഞങ്ങൾക്ക് ആ അഭിപ്രായം പറയാമല്ലോ. ഞങ്ങൾ ചെയ്തത് ശരിയാണ് അല്ലെ തെറ്റാണ്. അതിന് പകരം കോൺഗ്രസിന്റെ തലയിലോട്ട് കയറുകയല്ലോ വേണ്ടത്. അല്ല, കോൺഗ്രസിന്റെ ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല എന്ന് കേരളത്തിൽ എന്നാണ് പറയുന്നത്. അവര് കേരളത്തിലെ കോൺഗ്രസിന്റെ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന്റെ സർക്കാരുകളൊക്കെ ആദ്യം തന്നെ ഇത് അംഗീകരിച്ചവരാണ്. അവർ ആദ്യത്തെ വർഷം തന്നെ വന്ന വർഷം തന്നെ ഇത് അംഗീകരിച്ച് അവര് പണവും വാങ്ങിച്ച് അവിടെ പദ്ധതി നടപ്പാക്കിയവരാണ്. ആ പണം വാങ്ങിച്ചവർ പിന്നെ ഇവിടെ എതിർക്കുന്നത്? അതാണ് ഞാൻ ഇവിടെ CPI എന്തിനാ എതിർക്കുന്നത് താങ്കൾ ആദ്യം പറ. നിങ്ങളുടെ കൂടെ ഒന്ന് ഭരിക്കുന്ന ആളല്ലേ? അതൊക്കെ ശരിയായിക്കോളും. അതെല്ലാം ശരി. അപ്പൊ ഞങ്ങളുടെ കാര്യമൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യം മാത്രമേ പറയാൻ കഴിയൂ, അതല്ലേ? അത് ശരിയാവും. ശരി ദിനേശൻ, ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു ന്യായം പറയാനുള്ളൊരു ഇത് വെക്കണം, അല്ലാതെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മാത്രമല്ല നിൽക്കേണ്ടത്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തുനിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. ഈ വിഷയം ഇവിടെ കൊണ്ട് തീർന്നു. ടെലിഫോൺ ബന്ധം തടസ്സപ്പെട്ടത് ശ്രീ സബീനയാണ്. ശ്രീമതി സബീന, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ CPI ഇന്നലെ വലിയ മപ്പടിച്ചൊക്കെ വന്നതാണ്, ഇന്നിപ്പോൾ എല്ലാം തീർന്നു എന്നുള്ള മട്ടിലേക്ക് മാറിയോ? തീർച്ചയായിട്ടും. കാരണം ഇതിനു മുമ്പും പല അവസരങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇവരൊരു കൂട്ടുമുന്നണിയാണ്. ഒരു ഇടതുപക്ഷം ഒരുമിച്ച് ഭരിക്കുന്നവരാണ്. അപ്പൊ ഇതിനിടയിലുള്ള തർക്കങ്ങൾ ഒന്നുകിൽ അവര് എതിർക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉള്ളിൽ അത് പറഞ്ഞ് പരിഹരിക്കുക. ഇത് മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുക, പിന്നെ മീഡിയക്കാർ കുറ്റം പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു കോംപ്രമൈസിലെത്തുക. ഇതിനു മുമ്പും പല അവസരങ്ങളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു 3 വർഷം മുമ്പ് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ്. ടോട്ടലി 5 വർഷത്തേതാണ്. 3 വർഷം കഴിഞ്ഞു പോയി. ഇനിയൊരു 2 വർഷമേ ഉള്ളൂ. ഈ 5 വർഷത്തേക്കാണ് ഈ 1500 കോടി രൂപ. ഇനിയൊരു 2 വർഷത്തേക്ക് ഈ 1500 കോടി രൂപ മുഴുവനായിട്ട് ഗവൺമെന്റിന് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതിൽ പ്രൊപ്പോർഷനേറ്റ്ലി 2 വർഷത്തേക്കായിരിക്കും കിട്ടുക. പക്ഷെ ഒരുമിച്ച് ഇവർ ഒരിക്കൽ എതിർക്കുകയും പിന്നെ ഇവർ തമ്മിൽ നടപ്പിലാക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ ഒരാൾക്ക് സപ്പോർട്ടും ആ കൂട്ടുമുന്നണി അറിയാതെ കൂടെ നിൽക്കുന്ന ഭരിക്കുന്ന കക്ഷി അത് എന്താണ് ഒപ്പിട്ട് കൊടുക്കുന്നു, സമ്മതിക്കുന്നു, എഗ്രിമെന്റിലാകുന്നു. അപ്പൊ ഇവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് അവർക്കുള്ളിൽ സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് എതിർത്ത് തന്നെ നിൽക്കുക, ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു വിഷയം എടുത്തിടുക, പിന്നെ അവര് തമ്മിൽ ജനങ്ങൾ അറിയാതെ തന്നെ കോംപ്രമൈസിലാവുക. അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് സബീന. മറ്റ് പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ മഹേഷാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മഹേഷ്, താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഇപ്പോഴത്തെ പരസ്യമായ ഒരു തർക്കം? ഇന്നലെ എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിലാണ് CPM ഉം CPI എല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ആ മട്ടിൽ അത് മുന്നോട്ട് പോകുമോ, അതോ അക്കാര്യത്തിൽ ഏത് പാർട്ടിയാവും വിട്ടുവീഴ്ച ചെയ്യുക? നമസ്കാരം കിരണേ. നമസ്കാരം. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPI എന്ന് പറയുന്ന പാർട്ടി പഴയ പാർട്ടിയല്ല. കാര്യം ചന്ദ്രപ്പന്റെയും ഈ വെളിയം ഭാർഗവന്റെയും ഒന്നും അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളല്ല ഇന്നത്തെ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം. അപ്പം അതൊരു കോംപ്രമൈസ് രീതിയിലേക്ക് തന്നെ പോകും. കാര്യം അവർക്ക് ഇത് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ആർജവമൊന്നും ഇന്ന് CPIക്ക് ഇല്ല. CPM വെറുപ്പിച്ചുകൊണ്ട് അവർക്കത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ആർജവമൊന്നുമില്ല.
അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് ഒരു കോംപ്രമൈസിലേക്ക് പോകും. അവർ തന്നെ സോൾവ് ആയിട്ട് അവർ തന്നെ ഈ എന്തായാലും ബാക്കിയുള്ള ആരും പ്രതീക്ഷിക്കുന്ന കൂട്ട് CPI ഒരിക്കലും LDF വിട്ട് പോകത്തൊന്നുമില്ല. അവർ എത്ര കാലമായാലും ഈ ഒരു പാർട്ടി തന്നെ ഒരു അടിമകളെ പോലെ കഴിഞ്ഞോളും. അത് അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രഞ്ജിത്താണ്, പന്തളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രഞ്ജിത്ത്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? നമസ്കാരം. നമസ്കാരം. ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ ഈ വാർത്ത ഇപ്പൊ തന്നെ നോക്കി, സ്വർണ്ണ കേസ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ കാണുന്നില്ല. ആക്ച്വലി ഇപ്പൊ എല്ലാം ഇതിലോട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല രഞ്ജിത്ത്, എല്ലാ ചാനലുകളും സ്വർണ്ണക്കേസ്, നമ്മളടക്കം എല്ലാ ചാനലുകളും ഒക്കെ സ്വർണ്ണക്കേസ്. ഞാൻ സ്വർണ്ണക്കേസിൽ മാത്രമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞൊരു പ്രധാന വാർത്തയായിട്ട് ഇത്ര ദിവസം നിങ്ങൾ മാധ്യമം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ സ്വർണ്ണക്കേസ്. സ്വാഭാവികമല്ലേ, ഏത് കേസായാലും പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ അത്തരം വാർത്തകൾ കൂടെ കടന്നു വരും. അല്ലാതെ ഒരു കേസ് മാത്രമേ എല്ലാ കാലവും വാർത്തയാക്കി നിർത്താനൊന്നും കഴിയില്ലല്ലോ. അല്ല, ഞാനിപ്പോ ഈ വാച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്. ആക്ച്വലി ഇത് കാണുന്ന ഇതില് പ്രേക്ഷകരെന്നുള്ള ഇതിൽ ഞാൻ പറയുന്നതാണ്, ഞങ്ങൾ ഇതിൽ കാണുന്നതിൽ ആക്ച്വലി ഇപ്പൊ സ്വർണ്ണക്കേസ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെ. ശ്രീ രഞ്ജിത്ത്, ഇന്ന് രാവിലെ നമ്മൾ പ്രധാന വാർത്തയായി തന്നെ സ്വർണ്ണക്കേസിൽ ഇന്ന് അവിടുന്ന് വന്ന ഗോവർദ്ധന്റെ പ്രതികരണം അടക്കം നൽകിയാണ് നമ്മളടക്കം വാർത്ത നൽകിയത്. ഇന്ന് രാവിലെ PS പ്രശാന്തിന്റെ വാർത്താ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളും ഒക്കെ നമ്മൾ വാർത്തയായി നൽകിയിട്ടുമുണ്ട്. ശരി രഞ്ജിത്ത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയ പരിചയം വെച്ചിട്ട് ഇതിൽ CPM CPI തർക്കം, അത് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ ആ തർക്കത്തിന് പരിഹാരം കാണാൻ വഴിയില്ല. അപ്പോൾ അത് എങ്ങനെ ആവാനാണ് സാധ്യത? അല്ല, ഈ CPIനെ പറ്റി ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. പിന്നെ കിരൺ ബാബു, MM ഗോവിന്ദാരും അച്യുതനും TKV NA ബാലരാമൻ, ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും പന്നൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നയിച്ച പാർട്ടി ഈ കാലത്തിന്റെ കാലം മുതലാണ് ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയി. അതിന് ബാക്കിയുള്ള പരിപാടി ഇയാളും ചെയ്തു, അതായത് വിരോധിച്ചു. ഇപ്പൊ നട്ടല് ഉയർത്തി പറയണം കാര്യങ്ങൾ. എങ്ങനെ നമ്മൾ കേരളത്തിലെ മൂന്നാമത്തെ പാർട്ടിയാണ് MLA നോക്കിയാൽ. CPM കോൺഗ്രസ് കഴിഞ്ഞ മൂന്നാം സ്ഥാനമാണ് CPIക്ക്. അവരിങ്ങനെ ഈ എന്താ ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയി? നട്ടലിപ്പ് ഞാൻ SA രാജയും C രാജേഷാവും റോസാദേശ് പാണ്ഡ്യൊക്കെ നയിച്ച പാർട്ടി, ഈ പാർട്ടി ഈ അവസ്ഥയിൽ വിനോദ വിഷം കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിനോദ വിഷൻ എന്തോ കാര്യമായ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇയാള് എന്നിട്ട് മാറി നമ്മളെ ഈ പ്രകാശ് ബാബുവിനെയോ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി ശിവരാമനെയോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ സുനിൽകുമാറിനെയോ സെക്രട്ടറിയിലേക്ക് മാറ്റിയിട്ട് ഈ വിനോദ വിഷം മാറിയൊക്കെ പറയാം. ഇയാൾക്ക് ഒന്നും പറയാം. പിന്നെ കുറച്ച് ഒരു പ്രേക്ഷകൻ പ്രതികരിച്ച് പറയാ, കുറച്ചു കാലം മുമ്പ് ഈ ശിവദാസൻ, ബലരാമൻ ശിവദാസന് ചൊറിച്ചിലുണ്ടോ, കിരൺ ബാബുവിന് ചൊറിച്ചിലുണ്ടോ എന്ന് കേൾക്കുമ്പോൾ ഈ ബാലകൃഷ്ണൻ വളരെ ആലോചിക്കലായിരുന്നു. ഇതുപോലെ ആൾക്കാർ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ കിരൺ ബാബു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ദാസൻ. ശ്രീ ഷാജിയാണ്, ചെറുപ്പുളശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി കടുത്ത നിലപാടൊക്കെയാണ് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയില്ല, അവർ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാലും ഇതിന്റെ ഭാവി എന്താവും? ഞാൻ എന്തായാലും ന്യൂസ് 8 പൊതുവേദിയിലേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. ഇപ്പൊ കിട്ടിയതിൽ സന്തോഷം. ശരി ശ്രീ ഷാജി, താങ്കള് ട്രൈ ചെയ്യുക. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മളങ്ങനെ ഇന്ന ആളെ നോക്കിയൊന്നുമല്ല എടുക്കുന്നത്. അന്നേരം വരുന്ന ആ സമയത്ത്, ഗ്യാപ്പിൽ വരുന്ന സമയത്ത് കിട്ടുന്നവർ എടുക്കുന്നു, അങ്ങനെയാണ്. ഇപ്പൊ എടുത്തോ നിങ്ങളെ ഇവരെടുത്തു, ഓക്കെ സന്തോഷം. പിന്നെ എന്താണെങ്കിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാ, ഈ 4 വർഷമായിട്ട് നമ്മളുടെ കുട്ടികളുടെ അവകാശമാണ് ഈ സർക്കാർ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. ഈ 4 വർഷമായിട്ട് നമ്മളെ കുട്ടികളുടെ അവകാശമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മളെ സർക്കാർ, കേരള സർക്കാർ തടഞ്ഞു വെച്ചത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1400 കോടിയോളം രൂപ ഇപ്പോ നമ്മളെ കേരള സർക്കാരിന് കിട്ടാനുണ്ട്. ഇപ്പോഴെങ്കിലും ഇപ്പൊ ഈ വൈകിയ വേളയിലെങ്കിലും അത് ഒപ്പിടാൻ കാണിച്ച ഒരു ഷാജി, അതിനകത്ത് ഈ PMCയിൽ നിന്ന് കിട്ടേണ്ട പദ്ധതിക്കുള്ള പണം മാത്രമല്ല കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചത്. PMC ഒപ്പിട്ടില്ലെങ്കിൽ ന്യായമായും കേരളത്തിന് നൽകേണ്ട സർവശിക്ഷാ അഭിയാന്റെ പൈസ, ആ പണം അടക്കം തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സാധനം കൂടെ എടുത്തെങ്കിലേ മറ്റേ സാധനം തരൂ എന്നുള്ള ഒരു ഹുങ്ക് ന്യായമായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഹൊങ്ക് ഞാൻ എന്നൊന്നും പറയാൻ അല്ലാതെ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ PM ശ്രീയും SSKക്ക് തരുന്ന പണവും തമ്മിൽ എന്താണ് ബന്ധം? SSK എല്ലാ സംസ്ഥാനത്തിലും സർവ്വശിക്ഷ അഭിയാൻ നടത്തും. നമ്മൾ SSK എന്ന പേര് സർവ്വശിക്ഷ അഭിയാൻ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നതാണ്. അതിന് കേരളത്തിൽ നൽകേണ്ട പണം എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം നൽകുമ്പോൾ കേരളത്തിൽ നൽകുന്ന പണവും തമിഴ്നാടിന് നൽകേണ്ട പണവും ബംഗാളിൽ നൽകുന്ന പണവുമാണ് നൽകാതിരിക്കുന്നത്? അതെന്താണ് അങ്ങനെ? അത് ഞാൻ മനസ്സിലാക്കിയത്തോളം തമിഴ്നാടും ബംഗാളൊക്കെ കേസിന് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതല്ല, അതവിടെ നിൽക്കട്ടെ. ഈ സംസ്ഥാനങ്ങൾക്ക് മാത്രം നൽകാതെ ബാക്കി സംസ്ഥാനങ്ങൾക്കെല്ലാം നൽകുകയും കേരളത്തോട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വിട്ടത് എന്തായാലും മറ്റുള്ളവർക്ക് കൊടുക്കട്ട് കേരളത്തിന് നൽകിയില്ലല്ലോ. ആ ഭരണം നൽകാതിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ഈ ആളുകളെ ഞെരുക്കി എങ്ങനെയെങ്കിലും ഇടുക്കിലിട്ട് പൂച്ച അടിക്കാന്നൊക്കെ പറയുമല്ലോ, ആ മട്ടിലേക്ക് സംസ്ഥാനത്തെ ഞെരുക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നല്ലേ? അങ്ങനൊന്നും കാണാൻ കഴിയില്ല സാറേ. പിന്നെ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ശ്രീ ഷാജി? പിന്നെ ഇതെന്താ അറിയോ, ഇത് PM ശ്രീയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ. ഷാജി അതോടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞത് PM ശ്രീയുടെ ഒപ്പിടുന്ന കാര്യം, PM ശ്രീയുടെ പണം കിട്ടുമോ കിട്ടാതിരിക്കും, അത് വേറെ ഒരു കാര്യം. PM ശ്രീയുടെ ഒപ്പിട്ടില്ല എന്നതിന്റെ പേരിൽ SSKയുടെ പണം എന്തുകൊണ്ടാണ് ഇത്രയും കാലം തടഞ്ഞു വെച്ചത്? എന്റെ ചോദ്യം അതാണ്. SSKയുടെ പണം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് തന്നെയാണ്. അതിന് എന്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോ ഈ PM ശ്രീയുടെ കാര്യത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ശരി, എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളാണ് PM ശ്രീയുടെ കീഴിൽ വരുന്നത്. 1 കോടി രൂപ ഒരു സ്കൂളിന് കിട്ടും. അങ്ങനെ 2 കോടി രൂപ 2 സ്കൂളിന് കിട്ടും. സർക്കാർ സ്കൂളിനാണ് കൊടുക്കുന്നത്. അത് നമ്മളുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവർക്കുള്ള ഭൗതിക സാഹചര്യങ്ങളും അവർക്കുള്ള ഇതുകളും ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാ സ്റ്റേറ്റിലും കൊടുക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തിന്റെ പേരിലോ ഇത്രയും 4 വർഷം ഈ സർക്കാർ 4 വർഷമല്ല 3 വർഷമാണ്. 2022 സെപ്റ്റംബറിലാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ അടുത്ത അധ്യയന വർഷം മുതലാണ് ഇത് തുടങ്ങിയത്. 2023 മുതൽ 27 വരെയുള്ള അധ്യയന വർഷത്തിലാണ് ഈ പദ്ധതി. എന്തായാലും 1400 കോടിയോളം രൂപ കിട്ടാനുണ്ടല്ലോ. അതിപ്പോ എന്തായാലും ഒപ്പ് വെച്ച സ്ഥിതിക്ക് അത് കിട്ടും. ശരി, ഓക്കെ. താങ്കള് ഈ ഒപ്പിടാത്തതിന്റെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പേരിൽ നമ്മളെ മറ്റു തരത്തിൽ ഞെരുക്കിയതിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതാണ്. മധ്യത്തില് ഞെരുക്കിയതിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടല്ലോ. അവര് കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ. വേറെ കാര്യം കൂടി പറയണ്ട സാർ, മറ്റേ ഒരു കാര്യം കൂടി പറയണ്ടേ. ഈ CPI ഉയർത്തിയ എതിർപ്പ് അതൊന്നും ഒരു കാര്യവും കാണാൻ പോകുന്നില്ല. അതൊക്കെ വെറുതെ ഒരു ഇതാണ്. സർക്കാർ ഒപ്പുവെച്ചതാണ്. അത് CPIയുടെ എതിർപ്പൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും, ഇതാക്കും. സർക്കാർ എന്തായാലും ആ ഒപ്പുവെച്ചൊന്നും പിന്നോട്ട് പോവില്ല. ആ ക്യാഷ് നമ്മൾ കാര്യത്തിൽ വ്യക്തമാണ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് തന്നെയാണോ CPI നീങ്ങുന്നത്? നമസ്കാരം സാറേ. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു അത് മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയി. ആ നിലയ്ക്ക് ഇനി CPIക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഉള്ള കാര്യങ്ങളോ ഇനി നടക്കുള്ളൂ. കാരണം അങ്ങനെ നടക്കുള്ളൂ. നേരത്തെ പറഞ്ഞ മാതിരി ഈ പ്രേക്ഷകര്, എനിക്ക് അറിയില്ല, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞല്ലോ, അതായത് PM ശ്രീ ഫണ്ട് ഈ 1431 കോടിയൊന്നും അതിലില്ല. SSA ഫണ്ടാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്പിട്ടത്. അല്ലാണ്ട് PM ശ്രീ ഫണ്ട് അതിൽ പറയുന്ന നിബന്ധനകൾക്ക് അപ്പുറമാണ് ഇവിടുത്തെ സ്കൂളുകളും മറ്റുള്ള കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. ഈ SSA ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഗവൺമെന്റിന് ഇത്രയും ഞെരുക്കുണ്ടായി. അല്ലാണ്ട് ഈ PM ശ്രീ ഫണ്ടിലൊന്നും അത്ര വലിയ ഫണ്ടൊന്നും കിട്ടാനൊന്നുമില്ല. ഈ 1100 ചിലാൻ കോടി റുപ്യോളം കിട്ടാനുള്ളത് SSA ഫണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഒപ്പിട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ നോക്കുന്നത് ഈ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും അതിൽ പറയുന്ന പല നിബന്ധനകളുണ്ട്. അത് എങ്ങനെയാണ് നടപ്പാക്കുന്നത്, അതിലെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെയാണ് ഇനി ഇതിൽ CPIയെ ബോധ്യപ്പെടുത്താൻ പറ്റാവുന്ന കാര്യങ്ങൾ. എന്തൊക്കെ നിബന്ധനകൾ നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെയാണ് എതിർക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് എതിർക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ കൂടി നിൽക്കാനേ പറ്റുള്ളൂ. ഇനി CPIയെ പറ്റി നേരത്തെ കുറെ ആൾക്കാർ പറഞ്ഞു. അച്യുതമേനോന്റെ കാലമൊക്കെ പറഞ്ഞു. അച്യുതമേനൻ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാനായിട്ട് മുഖ്യമന്ത്രി കാലത്തിരുന്ന അദ്ദേഹം എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് അന്ന് ഭരിച്ചിരുന്നത് K കരുണാകരനായിരുന്നു. CPI മുഖ്യമന്ത്രി ഇരുന്ന കാലത്ത് K കരുണാകരനായിരുന്നു ഭരിച്ചിരുന്നത്. അതിന്റെ ആ വലിയ പ്രത്യാഘാതങ്ങൾ അവർ മനസ്സിലാക്കുകയും പിന്നീടാണ് മുന്നണി വിട്ട് കോൺഗ്രസിനെ വിട്ടിട്ട് പിന്നീട് ഇടതുപക്ഷം രൂപീകരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ പല പ്രഗത്ഭന്മാരുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നമ്മളിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. ഒരു മുന്നണിയാകുമ്പോൾ വന്നു പോയി ഒപ്പിട്ടു, അതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇപ്പോ സാർ നേരത്തെ ഒരു തർക്കം നടന്നു, സാറും വേറൊരു പ്രേക്ഷകനായിട്ട്. അതായത് CPIയുടെ മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു.
അതുണ്ടായ സംഗതിയാണ്. ഇന്നലെ അതുകൂടാതെ അല്ല താങ്കൾ അത് വിശദീകരണം പറയാം. അദ്ദേഹം പറഞ്ഞത് CPI മന്ത്രിമാരെ ആകെ പിൻവലിക്കുന്നു, മന്ത്രിസഭ താഴെ വീഴുന്നു, ഇങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. CPIക്ക് മുന്നിലുള്ള സാധ്യതകൾ എല്ലാ ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CPIക്ക് മുന്നിലുള്ള സാധ്യതകളല്ലാതെ CPI അങ്ങനെ ഒരു തീരുമാനമെടുത്തായി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ചാനലും ഒരു പത്രവും അങ്ങനെ CPIക്ക് അങ്ങനെ ഒരു തീരുമാനമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു കാര്യം വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇനി CPIക്ക് മുന്നിൽ എന്തെല്ലാമാണ് വഴിയുള്ളത്, ആ 1, 2, 3, 4, 5 എന്നും പറഞ്ഞ് ആ വഴികൾ ഓരോന്നും ഓരോ ചാനലുകളും പത്രങ്ങളും ഒക്കെ ചർച്ച ചെയ്യും. പക്ഷെ അങ്ങനെ തീരുമാനമെടുത്തായിട്ടും പുള്ളി പറഞ്ഞ എങ്ങനെയാണ് CPI മന്ത്രിമാരെല്ലാം പിൻവലിക്കുന്നു, മന്ത്രിസഭ താഴെ വീഴുന്നു എന്നും പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം കൂടി പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു മാധ്യമവും പറഞ്ഞില്ല. ഒരു കാര്യം സാറ് പറഞ്ഞു ശരിയാണ്. അതായത് മന്ത്രിസഭ താഴെ വീഴും എന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ CPI മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സാധ്യതകളൊക്കെ CPIക്ക് മുന്നിലുണ്ട് എന്നല്ലാതെ CPI അങ്ങനെ തീരുമാനിച്ചു എന്ന് നമ്മളാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? CPI അങ്ങനെ തീരുമാനിച്ചു എന്ന് ഏതെങ്കിലും ചാനലോ പത്രമോ? എന്റെ അറിവിൽ ഒരു ചാനലും പത്രവും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്റെ അറിവിൽ പറഞ്ഞുതരാം. പെട്ടെന്ന് നമ്മൾ ബ്രേക്കിംഗ് വാർത്തകൾ പറയുമ്പോൾ CPI അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പല ചാനലുകളും ചെയ്യാറുള്ളത്. അത് പലതും അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ആ പ്രേക്ഷകൻ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം. എനിക്ക് പ്രേക്ഷകൻ പറഞ്ഞ അതുകൊണ്ടൊന്നും അല്ല. പ്രേക്ഷകൻ പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. എന്ത് വന്നാലും മാധ്യമങ്ങളുടെ തലയിൽ വെക്കുക, അവിടുന്ന് തലയൂരുക എന്നുള്ള ഒരു സാമാന്യമായി ഇപ്പോൾ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും എളുപ്പമായ തന്ത്രം ഉപയോഗിച്ചു. കുറ്റം പറയേണ്ട സമയത്ത് മാധ്യമങ്ങളെ കുറ്റം പറയും. മാധ്യമങ്ങളെ കുറ്റം പറയുന്നതിനും വിമർശിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ആ വിമർശനത്തിനൊക്കെ ഒരു പരിധിവരെ മാധ്യമങ്ങൾ അർഹരാണ് എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ എന്തിനും ഏതിനും മാധ്യമങ്ങളെ തലയിൽ വെച്ച് തലയൂരുക എന്നുള്ള പരിപാടി ഇപ്പോൾ ഈ തർക്കമുണ്ടായപ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ വന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്നിട്ട് നാളെ ഈ തർക്കം ഉണ്ടാക്കിയ ഈ തർക്കം പരിഹരിച്ചു കഴിഞ്ഞാൽ പറയും ഇതെല്ലാം നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയല്ലേ എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതൊരു അന്തസ്സുള്ള പരിപാടിയല്ല. അതെ സാർ, എന്തിനാ ഇത്ര പ്രകോപനത്തിന് സ്ഥിരമായി ഞാനിത് കേട്ടോണ്ടിരിക്കുന്ന ആൾ, അതുകൊണ്ടാണ്. അപ്പൊ എന്തിനാ ഇത്ര പ്രകോപനാവണേ? സാറ് എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്, മറുപടി പറഞ്ഞത്. ഏറ്റവും എളുപ്പം അതല്ലേ. പണ്ട് നേതാക്കന്മാർ ഈ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പറയുമായിരുന്നു പത്രങ്ങൾ വളച്ചൊടിച്ചതാണ് എൻ്റെ വാക്കുകളെന്ന്. ഇപ്പോൾ വളച്ചൊടിച്ചാണെന്നുള്ള വാക്കുകൾ പറയാൻ കഴിയാത്ത ഏറ്റവും കൂടുതൽ ഈ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് അതായിരുന്നു, പത്രങ്ങൾ വളച്ചൊടിച്ചാണ് എന്റെ വാക്കുകൾ. ഇപ്പൊ അത് കഴിയില്ലല്ലോ. പറയുമ്പോ പല പ്രേക്ഷകർ ഇതേമാതിരി തന്നെയല്ലേ പറയുന്നത്. അതെ, അപ്പൊ അത് വേണമെന്ന് ചോദിക്കുന്നത് സാർ. എനിക്ക് പ്രകോപനമൊന്നുമില്ല ശ്രീ സുരേന്ദ്രൻ അതിനകത്ത്. പക്ഷെ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ മറുപടി പറയുന്നു, അത്രേ ഉള്ളൂ. അതെ, മറുപടി പറയുമ്പോ നമുക്കറിയാലോ, നമ്മൾ മറുപടി പറയുന്ന ആ സ്വരങ്ങളും ഇതും നമുക്കറിയാം. ശരി, അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമിക്കണം, അല്ലാതെ ഇപ്പൊ എന്താ പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ. ശരി സുരേന്ദ്രൻ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ CPIയുടെ ഇപ്പോഴത്തെ നീക്കം അത് ഇനിയിപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേർന്ന മട്ടിലാണോ? കിരൺ സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പിന്നെ പറയാം. പിന്നെ CPI എന്ന് പറഞ്ഞാൽ അവര് ഈ മുന്നണി വിട്ട് പോകുന്നില്ല. അവര് ഈ മുന്നണിനെ നല്ലോണം സ്നേഹിക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പൊ അവര് വിട്ടു പോവില്ല. അതൊക്കെ പറഞ്ഞ് സാറ് എഴുതിയ മാതിരി അത് സോൾവ് ചെയ്തു. അല്ലാതെ ഇത് കണ്ട ആരും, ഈ കട്ടില കണ്ട ആരും പനിക്കണ്ട. കാരണം വെച്ചാൽ ഇത് പൊളിയും എന്നുള്ള നിലക്ക് കിടക്കാണ് വേറുള്ളവര്. അപ്പൊ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ബിനോയ് സാറിനെയും വേറുള്ളവരെയും സഖാവിനെയും ഇവരൊക്കെ കണ്ട് ശരിയാക്കിയിരിക്കണ്. പിന്നെ അതിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ തിരുത്തും ചെയ്യും. ഇനി കിരൺ സാറിനോട് വേറൊരു ചോദ്യം അത് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന മാതിരിയാണോ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ചേണ്ടതും അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ പേരും പിന്നെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് എന്നോട് ഇന്നൊരാള് പറഞ്ഞു. ഒരാള് ഇതിന്റെ പാർട്ടിക്കാരനല്ല, വേറെ പാർട്ടിക്കാരനാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾ ഇങ്ങനല്ലേ, നിങ്ങൾ അങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് വല്ല കാര്യമുണ്ടോ സാറേ? ബാബു സാർ ഒന്ന് പറഞ്ഞാണ്. അല്ല ശ്രീ മുഹമ്മദ്, ഇത് യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള ആളുകളെ, പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള, ആ തരത്തിൽ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള അജണ്ടയുടെ ഭാഗമാണെന്നും അത് നടപ്പാക്കാനുള്ള ഉപാധിയാണ് PM-ശ്രീ പദ്ധതി എന്നും വിലയിരുത്തിയിട്ടുള്ളത് CPMന്റെയും CPIയുടെയും ദേശീയ നേതൃത്വമാണ്. അവർ അത് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്.
അതാണ് ഇതിനകത്ത് ബേസിക്കായ വിഷയം. എന്തുകൊണ്ടായിരുന്നു ഇത് PMCയോടുള്ള എതിർപ്പ് എന്തായിരുന്നു ഇത്രയും കാലം? അത് NEP നടപ്പാക്കാൻ വേണ്ടിയുള്ള അതാണ്. NEP എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? NEP ഇത് RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതായിരുന്നു ഇത്രയും കാലമുള്ള നിലപാട്. ആ നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായതുകൊണ്ടാണ് സ്വാഭാവികമായും ഇത്തരം ചർച്ചകളൊക്കെ വരുന്നത്. കരാർ ഒപ്പിട്ടതിന് ശേഷം കരാർ നടപ്പാക്കുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ അത്തരം നടപ്പാക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങൾ പലതരത്തിൽ പ്രായോഗികമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ശരി. അപ്പൊ ഒരു ചോദ്യം കൂടി. അപ്പോ ഇത് ഇങ്ങനെയാണെങ്കിൽ തന്നെ ഇത് നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒരു തട്ടപ്രശ്നം ഉണ്ടായി, അതേപോലെ വല്ല പ്രശ്നം ഉണ്ടായി, ഇതിലേറെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. അതൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ ശ്രീ മുഹമ്മദ്? ഇപ്പോൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഓരോ കാലത്തും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഇന്ത്യ വേണ്ടപ്പെട്ട ഒരാളാ എന്നോട് പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ വലിയ അതൊന്നും നമുക്ക് ഇപ്പോൾ തൽക്കാലം പ്രവചിക്കാൻ കഴിയില്ല ശ്രീ മുഹമ്മദ്. ഫാദർ സാമുവലാണ് വിളിക്കുന്നത്, കോഴിക്കോട് നിന്നാണ്. ഫാദർ സാമുവൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ വലിയ വീറോടുകൂടി സംസാരിച്ചതാണ് ബിനോയ് വിശ്വം. പക്ഷേ അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ സമയത്ത് CPM ഉം CPI തമ്മിൽ വലിയ തർക്കത്തിലേക്കൊന്നും പോകുന്നത് ആ പാർട്ടിക്ക് അങ്ങനെ അത്ര ഗുണം ചെയ്യുന്ന ഒന്നാവില്ല. അത്തരം പ്രായോഗികമായ ഒരുപാട് വശങ്ങളുണ്ട്. എന്തായാലും ഇടതുമുന്നണി വിട്ടു പോകാനും CPIക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ ഒരു ഒത്തുതീർപ്പ് വേണം. അത്തരം ഒരു നിലപാടിലേക്കാണോ പോകുന്നത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു CPIയുടെ ഈ പ്രസ്താവനകളൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയാണെന്ന്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ജനങ്ങളോട് പറയണം, എന്ത് സഹമന്ത്രിമാരോട് പറയണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. കേന്ദ്രമായിട്ടുള്ള ബന്ധത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് പ്രകാരം പ്രവർത്തിക്കുള്ളൂ. അതിൽ നിന്ന് സഹമന്ത്രിമാരെ ഒഴിവാക്കിയാലും ജനത്തെ ഒഴിവാക്കിയാലും ഒരു പ്രശ്നമില്ല. കാരണം കേന്ദ്രം നിന്ന് കിട്ടേണ്ടത് കിട്ടിയേ പറ്റുള്ളൂ. അതെങ്ങനെങ്കിലും വാങ്ങാൻ തക്കവണ്ണം തയ്യാറാണ്. അതപ്പോൾ അവിടെ സംഭവിച്ചത്. ഇനി ഇതിന്റെ ഭവിഷ്യത്ത്, ഇതിന്റെ പ്രായോഗികമായ കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എത്രമാത്രം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഭാവിയിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ എന്താണ്, നമുക്ക് കുറച്ച് പൈസ വേണം, സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിട്ടുള്ളത് കിട്ടിയേ പറ്റുകയുള്ളൂ. അത് കിട്ടാൻ തക്കവണ്ണം മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലാതെ അത് സഹമന്ത്രിമാരോട് പറഞ്ഞോ ജനത്തോട് പറഞ്ഞോ എന്നൊരു ചോദ്യമേ അല്ല. അപ്പൊ CPI സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായിട്ടാണ് പറഞ്ഞത് പല കാര്യങ്ങളും. നമ്മുടെ ചാനലിൽ അവരുടെ അഭിമുഖം തന്നെ കണ്ടതാണ്. പക്ഷേ അതൊക്കെ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് പോലെയായി എന്നത് വ്യസനകരമായ കാര്യമാണ്. കാരണം ഒക്ടോബർ 16 ഒപ്പിട്ടിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പ്രയാസം അവർക്ക് തന്നെ. ഓക്കെ, ഫാദർ സാമുവലാണ് നമ്മളോട് പ്രതികരിച്ചത്. നമുക്ക് യൂട്യൂബിൽ ഇടവേളയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഹിരൺ, ഹൗ ഡു യു റീഡ് യൂട്യൂബ് കമൻറ്റ്സ് വയ യുവർ ഫോൺ ഓർ എനി സ്പെഷ്യൽ മോണിറ്റർ നിയർ ടു യു എന്നാണ് പറയുന്നത്. എൻ്റെ ഫോണിൽ തന്നെയാണ് അത് വായിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് മോണിറ്ററൊന്നും വെച്ച് അല്ല വായിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗോളാന്തര യാത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളും ഗൗതവും തമ്മിലുള്ള ഒരു CPMൻ്റെ പ്രവർത്തകനും ഒരു BJP പ്രവർത്തകനും തമ്മിലുള്ള തമ്മിലടിയാണ് അതിൽ കുറേയേറെ കിടക്കുന്നത്. എന്തായാലും അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. നമുക്ക് മറ്റ് ചില കമൻറ്റുകളിലേക്ക് പോവാം. ഇവരുടെ അടി തന്നെ നീണ്ടു പോവുകയാണ്. വളരെ ദീർഘമായി ആ അടി അതിൻ്റെ ഇടയ്ക്കുള്ള കമൻറ്റുകൾ പോലും മുക്കുന്ന രീതിയിലാണ് അവരിങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗൗതം പറയുന്നു, ന്യൂസ് 24 ന്യൂസ് പറഞ്ഞിരുന്നു, മാതൃഭൂമി ന്യൂസ് പറഞ്ഞിരുന്നു, താങ്കൾക്ക് 2 ന്യൂസ് ചാനലും തെളിവില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ അയച്ചു തരാം, ഇത്രയും തെളിവുണ്ട് എന്ന് പറയുന്നു ഗൗതം. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രീ ഗൗതം ഒന്ന് അയച്ചു തരൂ. ഞാൻ ആ ചാനലിലെങ്കും മന്ത്രിസഭ താഴെ വീഴും എന്നൊരു വാർത്ത ഞാൻ എവിടെയും കണ്ടില്ല. അല്ലെങ്കിൽ CPI മന്ത്രിമാർ രാജിവെക്കാൻ തീരുമാനിച്ചു എന്നതും കണ്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് KSUവിൻ്റെ മാർച്ചാണ് നടക്കുന്നത്. തത്സമയ സംരക്ഷണമാണ്.
തിരുവനന്തപുരത്ത് AISF-ൻ്റെയും AIYF-ൻ്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. മന്ത്രിയുടെ ഓഫീസിലേക്ക് KSU-വിൻ്റെ മാർച്ച് മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. അത്തരം വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചൊല്ലി CPM CPI തർക്കം തുടരുകയാണ്. CPI ഇന്നലെ കടുത്ത ഭാഷയിലൊക്കെയാണ് വിമർശനം ഉന്നയിച്ചത്. AISF-ൻ്റെയും AIYF-ൻ്റെയും സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. CPI-യുടെ മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ CPI കൂടി ഭാഗമായ ഇടതുമുന്നണിയുടെ സർക്കാർ എടുത്ത തീരുമാനത്തിനെതിരെയാണ്. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ CPI-യുടെ യുവജന സംഘടനയായ AIYF-ഉം വിദ്യാർത്ഥി സംഘടനയായ AISF-ഉം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് സർക്കാർ തീരുമാനത്തിനെതിരെ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ CPI-യുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് KSU നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട CPM CPI തർക്കവും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെയാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്കെന്ന് തോന്നുന്നു ഈ CPM CPI തർക്കം അതിപ്പോൾ പരിഹാരത്തിലേക്കൊക്കെ പോകുന്നതിനിടയ്ക്ക് ഇടതുമുന്നണിയിലേക്ക് UDF-ലേക്ക് വന്നാൽ സ്വീകരിക്കാമെന്നുള്ള മട്ടിലേക്കുള്ള പ്രതികരണം ഇങ്ങനെ ഈ തർക്കം കണ്ട് താങ്കളുടെ പാർട്ടിയുടെ നേതാക്കളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? ഈ PM ശ്രീ പദ്ധതിയിലെ ഒപ്പുവെച്ചപ്പോഴേ മാധ്യമ പ്രവർത്തകര് നമ്മുടെ ഗൗതം മാസ്റ്ററോട് ചോദിച്ച് ഇങ്ങനെ എതിർപ്പുണ്ടല്ലോ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ. CPM-ഓ CPI-യോ അവര് ആ ബോഡി ലാംഗ്വേജും ആ മുഖവും ആ വർത്തമാനമൊക്കെ
വളരെ ശ്രീ പരിഹാസ്യ റഷീദ്, രൂപം. അങ്ങനെ എം.വി. ഗോവിന്ദൻ CPI-യോ എന്നുള്ള മട്ടിലേക്ക് ചോദിക്കുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ നേരിൽ കണ്ടതല്ലേ അത്. താങ്കൾ എവിടെയാണ് നേരിൽ കണ്ടത്? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിഷേധ സ്വരത്തിലോ കളിയാക്കുന്ന സ്വരത്തിലോ എല്ലാ എം.വി. ഗോവിന്ദൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ വിവരം വിനോയ് വിശ്വന്റെ അടുത്ത് ബിനോയ് വിശ്വൻ ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ് അത്തരമൊരു, ഞങ്ങൾക്ക് വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം? ശ്രീ റഷീദ്, നമുക്ക് മറ്റു വിഷയങ്ങളൊക്കെ ഉന്നയിക്കാം, പക്ഷേ എം.വി. ഗോവിന്ദൻ CPI-യെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അതിശയിച്ച രൂപത്തിൽ എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്, നേരിട്ട് കണ്ടതാ. ശരി, ഓക്കെ, എന്തായാലും താങ്കൾ അങ്ങനെ നിർന്നു പറഞ്ഞോളൂ. എല്ലാ ദൂഷ്യവശങ്ങളും കൃത്യമായി അറിയുന്നവരാണ് LDF. അവരിതിനെ ശക്തമായി എതിർത്തവരാണ്. അതുകൊണ്ടാണ് CPI അത്രമാത്രം എതിർപ്പ് പ്രകടിപ്പിച്ചതും. അത് മന്ത്രിസഭ ആലോചിക്കാതെ, ആരോടും പറയാതെ രഹസ്യമായി ഒപ്പിട്ടതിന്റെ രീതി ശരിയല്ലെന്നാ CPI പറയുന്നത്. ഇപ്പൊ പറയുന്നത് അതല്ലേ? അതെ, ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശിവൻകുട്ടി നേരെ പോയി ബിനോയ് വിശ്വത്തെയും GR അനിലിനെയും ഒക്കെ കണ്ട് ചർച്ചയൊക്കെ നടത്തി, അതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? എല്ലാ വിഷയത്തിനും BJP കേന്ദ്ര ഗവൺമെന്റ് എതിർക്കാൻ ഒരു വിരൽ ചൂണ്ടുന്ന ഒരു സംസ്ഥാനത്തെയാണ് തമിഴ്നാട്. ഈ തമിഴ്നാട് CPM നമ്മൾ കേരള സർക്കാർ വിരൽ ചൂണ്ടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ തമിഴ്നാട് കേസിനാ പോയേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് CPM ഈ CPI പോലും അറിയാതെ കഴിഞ്ഞ 10-ാം തീയതി അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരെ കാണുകയും അതിനുശേഷം 16-ാം തീയതി ഒപ്പിടുകയും 22-ാം തീയതി മന്ത്രിസഭാ യോഗം കൂടുമ്പോൾ അത് LDF ചർച്ച ചെയ്തിട്ട് നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഒപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ LDF ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇത് 16-ാം തീയതി ഒപ്പിട്ട് അവിടെ വെച്ച് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവൻകുട്ടി അവിടെ ഇരിക്കുമ്പോൾ മറ്റുള്ള CPI മന്ത്രിമാരെ അവിടെ വിഡ്ഢികളാക്കിയല്ലേ ഇത് വേറെ ഒന്നുമല്ല. ഇത് പിന്നെ വിദ്യാർത്ഥികളുടെ സാമ്പത്തികം കിട്ടാനോ ഒന്നുമല്ല. ഇല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും സുപ്രീം കോടതി വരെ പോയി വിധി കോടികൾ കൊടുത്ത് വിധി നേടുന്നവരല്ലേ? എന്തുകൊണ്ടാണ് അത് വന്നത്? ഇത് പിണറായി വിജയന് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്കറിയാം CPI ചതിച്ചുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ സീറ്റ് മേടിച്ചു കൊടുത്തത്. നിങ്ങൾ ഒന്ന് പറയുമ്പം ചിലപ്പോൾ എനിക്ക് എതിരായി പറയും. നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി. അന്ന് EP ജയരാജൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പറഞ്ഞൊരു വാക്ക് മാത്രം ചിന്തിച്ചു നോക്കിയാൽ മതി. അന്ന് ഇവരെ കാണാൻ വന്ന ആരാണ് പ്രചാരകൻ, അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് തൃശ്ശൂർ സീറ്റ് ഒന്ന് നേടിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് പിന്നെ EP ജയരാജൻ പറഞ്ഞത് നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. EP ജയരാജൻ പറഞ്ഞത് എന്താണ്? അത് ഞങ്ങളുടെ സീറ്റല്ല, അത് CPIയുടെ സീറ്റാണെന്നാണ്. അപ്പൊ ആ പറഞ്ഞത് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റിയത്? പിന്നെ അവർ ചെയ്തതെന്താ? അവിടെ ഒരു പൂരം കലക്കി BJP ജയിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ. ഇത് പിണറായി വിജയൻ ഈ CPM അണികളെ വരെ വിഡ്ഢികളാക്കിക്കൊണ്ട്, നിങ്ങളുടെ പാർട്ടിയൊക്കെ ശരിയാണ്, പാർട്ടിയെ വിശ്വസിക്കുന്നതല്ലാണ്, പക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടി പാർട്ടിയെ അടിയറവ് വെക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒപ്പിട്ട് കഴിഞ്ഞ് ഈ കേന്ദ്ര സർക്കാർ നിയമം വെച്ചാൽ അതൊന്നും നടത്താതിരിക്കാൻ പറ്റുമോ? ഇവരിപ്പം പറഞ്ഞ് ഞങ്ങളത് നടത്തൂലെന്ന്. ഒരിക്കലും പറ്റില്ല. നമ്മളൊരു സാധനം വായിച്ചു നോക്കിയിട്ടില്ല അതിന്റെ താഴെ ഒപ്പിടുന്നത്. ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നടത്തണ്ടേ? കേരളത്തിൽ നടത്തണ്ടേ? ഞങ്ങൾക്ക് നടത്താൻ പറ്റുമോ? സർക്കാർ പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ PMCയിൽ ഒപ്പിട്ടില്ല എന്ന പേരിലാണ് സർവശിക്ഷാ അഭിയാനുള്ള പണം തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ട ആ പണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ തന്ത്രപരമായ ഒരു നീക്കം നടത്തിയതാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവർക്ക് ഈ ബോധോദയം വന്നില്ലായിരുന്നോ? കഴിഞ്ഞ 3 വർഷം ഇതല്ലേ സംഭവം ഉണ്ടായിരുന്നത്? അന്ന് ഇവരെ ഒപ്പിടുന്നില്ലല്ലോ. അന്ന് എന്താ പറഞ്ഞത്? ഇവർ പറയുകയും ചെയ്തു. ഇപ്പൊ ഇവർ കുടുങ്ങി നടക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളിലൊക്കെ ഈ CPM-ന് പിണറായിക്കെതിരെ വരുന്ന സമയത്ത് പോയി ഈ സമ്മർദ്ദത്തിന്റെ പുറത്ത് ഒപ്പിടുന്നതല്ലാന്ന് ആർക്കറിയാം? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. ശ്രീ രാജപ്പനാണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീ രാജപ്പൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും? ഞാൻ പാലപ്പുറയിൽ നിന്നും രാജപ്പനാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഇത് നമുക്കറിയാം, ഇതിനു മുമ്പ് LDF സർക്കാർ എടുത്ത പല കാര്യങ്ങളിലും CPI, അതായത് വിനോയ് വിശ്വം എതിരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒന്ന് കണ്ണുരുട്ടി കഴിയുമ്പോൾ പുള്ളിയുടെ എതിരഭിപ്രായം മാറും. എന്നാ എതിരഭിപ്രായം ഒപ്പിട്ടോ തന്നെയാണ്. എന്നാ എതിരഭിപ്രായം നടന്നെന്ന് പറഞ്ഞാലും കേന്ദ്ര സർക്കാർ ഇവിടെ അവരുടെ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നുള്ളത് 100% ശരിയാണ്. എല്ലാവരും കേരളത്തിലെ എല്ലാ
പാർട്ടിക്കാരും, അതായത് UDF, LDF എല്ലാം എന്നാ പറഞ്ഞാലും RSSനെയും BJPയും കുറ്റം പറയുന്ന ഒരു കാര്യം മാത്രമേ കേൾക്കാനുള്ളൂ. പക്ഷെ ഇവിടെ നടക്കാൻ പോകുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാകുമെന്നുള്ളത് 100% സത്യമാണ്. ശരി, ശ്രീ രാജപ്പനാണ് നമ്മളോട് പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ബിനോയ് ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ CPM CPI തർക്കത്തെ അത് ഏത് തരത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം കിരണേ. നമസ്കാരം. ഇത് ഒരു തരത്തിലും പരിഹരിക്കത്തില്ല. ഇപ്പൊ ഒരു ആഭാസ സമരം കൂടി AISFും AYFും കൂടി നടത്തുകയാണ്. അവർക്ക് ഈ സമരത്തിന്റെ ആവശ്യമോ പോലീസിനെ കിടന്നിങ്ങനെ ചെള്ളേണ്ട ആവശ്യമോ ഒന്നുമില്ല. കാരണം ഒരു മുന്നണിയിൽപ്പെട്ട രണ്ടുപേര് പൊതുജനത്തിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യമല്ല. ഇതെല്ലാം LDF തീരുമാനിക്കുന്നത് MA ബേബി ഒന്നുമല്ല, പിണറായി വിജയൻ തന്നെയാണ്, കേരള മുഖ്യമന്ത്രി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സമരം ചെയ്യേണ്ട കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒക്കെ തലപ്പത്തുള്ളവർ അനങ്ങാതെ ഇരിക്കുമ്പോൾ അവരെങ്കിലും സമരം ചെയ്യുന്നതിനെ ഒരു ആഭാസ സമരം എന്നൊക്കെ വിളിക്കേണ്ടതുണ്ടോ? അല്ലല്ല, അവര് ചെയ്യുന്ന ആഭാസ സമരമല്ലേ? അതെങ്ങനെയാണ്? ആ വിഷയത്തിൽ അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് സമരം ചെയ്തുകൂടെ? ആർക്കാ വിയോജിപ്പ്? അവർക്ക് എന്താ വിയോജിപ്പ്? എന്താണ് അവർക്ക് വിയോജിപ്പ്? അല്ലാതെ ഈ വിഷയത്തിലൊക്കെ സമരം ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും എവിടാന്ന് തന്നെ കാണുന്നില്ല. ഇന്ന് ആകെ KSUവിന്റെ ഒരു സമരം മാത്രമാണ് ആകെ കണ്ടത്. താങ്കളുടെ പാർട്ടിയിലെ ആളുകളുടെ സമരമേ കാണുന്നില്ല. മറ്റൊരു സമരത്തിനെങ്കിലും ഇറങ്ങുന്നുണ്ടല്ലോ. കിരണെ, ഇന്നലെയും ഇന്നും ഒക്കെ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. KSU യൂത്ത് കോൺഗ്രസ് വൈകിട്ട് എല്ലാ സ്ഥലത്തും പ്രതിഷേധ പ്രകടനവും പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ ഒന്നിച്ചു വെച്ച് ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി കോലം കത്തിക്കാനൊക്കെ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, CPM ആയാലും CPI ആയാലും ഇതിനെ മൊത്തം നിയന്ത്രിക്കുന്നത് MA ബേബി അങ്ങ് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരിക്കും. പക്ഷെ പിണറായി വിജയൻ പറയുന്നതിന് ആയിക്കോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. MA ബേബിയോ പിണറായി വിജയനോ ആരെങ്കിലും നിയന്ത്രിച്ചോട്ടെ. നമ്മുടെ വിഷയം ആശയപരമായ തർക്കമാണ്. രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടായി. അതിൽ എന്താണ് താങ്കളുടെ നിലപാട്? 10-ാം തീയതി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കണ്ടു. അന്ന് അവർ പറഞ്ഞ് സെറ്റ് ചെയ്ത മാമായും മരുമോനും, അതായത് AISFന്റെ സമരത്തിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം പെറാത്തവർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്തവർ ശ്രമിക്കുമ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല. AYFും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. PM ശ്രീയിൽ നിന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പുറകോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾക്ക് കേരളത്തിന്റെ തിരുവോറുകൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമെന്ന് ഒരു സംശയവുമില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് AISFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ സഖാവ് ബിപിൻ അബ്രഹാമാണ്. ആ സഖാവിനെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ കേരളത്തിൽ നിസ്സംശയം ഒരു യുവജന പ്രസ്ഥാനം ശബ്ദമുയർത്തി. ആ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടുകൂടി കേരളത്തിൽ നയിക്കുന്ന AYFന്റെ ശക്തനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് TT ജിസ്മോനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. ആ സഖാവിനെ AYFന്റെയും AISFന്റെയും സഖാക്കൾക്ക് വേണ്ടി ആവേശത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് S വിനോദ് കുമാർ, AISFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ അസ്ലം ഷാ, ആൻഡസ്, സഖാവ് ജോബിൻ ജേക്കബ്, AYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് ആദർശ് ഉൾപ്പെടെയുള്ള AYFന്റെയും AISFന്റെയും സമര സഖാക്കളെ മുഴുവൻ പേരെയും AYFന്റെയും AISFനും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി AYFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് TT ജിസ്മോനെ ക്ഷണിച്ചുകൊടുക്കും. പ്രിയമുള്ള ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ AISFന്റെ AISFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സൗ ബിപിൻ അബ്രഹാം, അതുപോലെ തന്നെ ഈ പ്രതിഷേധ യോഗത്തിന് സ്വാഗതം ആശംസിച്ച AISFന്റെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി സൗ A അധിൻ, അതുപോലെ തന്നെ AIVFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സൗ S വിനോദ് കുമാർ, AIVFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗ വിനീത വിൻസെന്റ്, AISFന്റെ സംസ്ഥാന സഹഭാരവാഹികളായിട്ടുള്ള സൗ ജോബിൻ ജേക്കബ്, അസ്ലം ഷാ അടക്കമുള്ള പ്രിയങ്കരായ സഖാക്കൾ, സൗ ആദർശ് അടക്കമുള്ള പ്രിയങ്കരായ സഖാക്കളെ, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകർ, എന്തുകൊണ്ടാണ് AIVFന്റെയും AISFന്റെയും നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികരും നിങ്ങളോട് ചെറുതായെങ്കിലും സൂചിപ്പിക്കുകയുണ്ടായി.
ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തുവാനായി. ഞങ്ങൾ എന്തുകൊണ്ട് ഈ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയില്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഈ മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചത്? കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ വ്യക്തമാണെന്ന് കേരളവും രാജ്യവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, NEP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങൾ ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് AIVF-ന്റെയും AISF-ന്റെയും നേതൃത്വത്തിൽ ഈ മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം എവിടെ നടന്നാലും അവിടെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി AIVF-ന്റെയും AISF-ന്റെയും കൊടികൾ ഉണ്ടാകുമെന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയധികം വിവാദങ്ങളിലേക്ക് പോയത്? നമുക്കറിയാം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഉയർന്നു വരികയാണ്. 2020 വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് AIVF-ന്റെയും AISF-ന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചാണ്. സംസ്ഥാന AIVF സംസ്ഥാന സെക്രട്ടറി TP ജിസ്മോനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് പ്രേക്ഷകരിലേക്ക് തന്നെ മടങ്ങി വരാം. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, CPI ഇന്നലെ ഇങ്ങനെ ഒരു പദ്ധതി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. RSSന്റെ അജണ്ടയാണത്. ആ അജണ്ടയ്ക്കെതിരായ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നു. അത് എതിർപ്പ് ഉയർത്തുന്നു. ഇന്നിപ്പോൾ മന്ത്രി പോയി അവിടെ ചർച്ചയൊക്കെ നടത്തുന്നു. എന്താവും ഇതിന്റെ ഒരു അടുത്ത നീക്കം? കിരണേ, നമസ്കാരം. ഞങ്ങളൊക്കെ സന്തോഷിച്ചിരിക്കുക. എന്നറിയോ, ഞങ്ങൾ വരച്ച വഴിയേക്കൂടെ ഇതെല്ലാം വരുന്നതിലാണ് സന്തോഷം ഞങ്ങൾക്കുണ്ട്. അധികാരം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളെ ഞെരുക്കി ആ വഴിയിലേക്കൊക്കെ കൊണ്ടുവരാൻ കുറെയൊക്കെ കഴിയുമല്ലോ. ഇവിടെ ഒരു സ്ഥലവ് തൊള്ളിയാ 100 സ്ഥലവ് തൊള്ളിയ മതിയായിരുന്നു പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തിയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റമില്ല കിരണേ. അല്ല കിരണേ, ഇതിപ്പോ പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ. ഇത് തന്ത്രപരമായ ഒരു ഒപ്പിടിയിലാണ് എന്ന് കരുതി ബാക്കി കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ല, അതിപ്പോ എങ്ങനെയായിട്ട് ഒപ്പിട്ടു, സംഗതി വരാൻ പോകുന്നു. വന്നു കഴിയുമ്പോൾ നമുക്ക് താനേ ഇരുന്ന് കാണാം കാര്യങ്ങളൊക്കെ. അത് പോട്ടെ. ഇതിനകത്ത് എന്നാ വെച്ചാൽ CPI അവരുടെ ദേശീയ പാർട്ടി എന്നുള്ളത് അംഗത്വം തീർന്നു. CPIയിൽ ഇപ്പൊ ഇവിടെ ഈ എല്ലാ ജില്ലയിൽ നിന്നും 10, 50, 100 പേര് വെച്ച് CPM-ലോട്ട് പോവുക. എന്ത് CPI, ഏത് CPI, എന്നാ CPIയുടെ കാര്യമൊക്കെ കട്ടപ്പുകയായിരുന്നു. പിന്നെ CPIക്ക് വേണ്ടി അടുത്ത വെള്ളം വെച്ച് നോക്കിയിരുന്ന UDF-കാർക്കും VD സതീശനൊക്കെ വളരെ സങ്കടകരമായ രാത്രിയായിരിക്കും ഇന്നും നാളെയൊക്കെ. എന്നാന്ന് വെച്ചാൽ വിനയ് വിശ്വൻ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു ഉമ്മ വെച്ചൊക്കെ കളിക്കുക. ഇപ്പം VD സതീശന്റെ ചങ്ക ഇപ്പൊ പൊടിഞ്ഞോണ്ടിരിക്കുന്നത്. കിട്ടുമെന്ന് ഓർത്തിരുന്ന പക്ഷെ പോയി 10 വോട്ടാളിലും 10 വോട്ട് കെട്ടിവെച്ച് കാശ് കിട്ടിയാലും പാർട്ടിയെ പോയാലും പോട്ടെ എന്ന് പറഞ്ഞാണ് CPM-കാരിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നടത്തിയിരിക്കുക. അതിനകത്ത് യാതൊരു മാറ്റമില്ല. പിന്നെ തൃശ്ശൂർ കോൺഗ്രസിന്റെ വോട്ടും കൂടി എവിടെയാണെന്ന് ആ സുഹൃത്തിനോട് ചോദിക്കണം. തൃശ്ശൂര് കോൺഗ്രസിന്റെ വോട്ട് എവിടെയാ പോയത്? ശ്രീ പ്രശാന്താണ് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ പ്രശാന്ത്, താങ്കൾക്കെന്ത് തോന്നുന്നു? ഈ തർക്കം ഏത് തരത്തിലാവും? ആരാവും വിട്ടുവീഴ്ച ചെയ്യുക? കിരൺ സാർ നമസ്കാരം. കുറേയായി ഞാനിങ്ങനെ വിളിക്കുന്നു, പക്ഷെ കിട്ടാറില്ല. ഇന്ന് എന്തോ യാദൃശ്ചികമായിട്ട് കിട്ടി. അങ്ങനെയല്ല, അത് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നാൽ കിട്ടും. ചില ആളുകളൊക്കെ അങ്ങനെ തുടർച്ചയായി വിളിച്ചാണ് അവർ മിക്ക ദിവസങ്ങളിലും കോള് നേടിയെടുക്കുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ. ശരി. എനിക്ക് പറയാനുള്ള എന്താന്ന് പറഞ്ഞാല്, ഇപ്പം CPI വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അടുത്ത തുടർ ഭരണം കിട്ടും. അപ്പൊ തുടർ ഭരണം കിട്ടുന്ന സമയത്ത് CPI എങ്ങോട്ടാ പോകാൻ പറ്റുക? ആകെ വന്നിട്ട് തൃശ്ശൂരിൽ വന്നിട്ട് ഒരു 600 ആളുണ്ട്. പിന്നെ വന്നിട്ട് കൊല്ലത്ത് വന്നിട്ട് ഒരു 400 ആളുണ്ട്. തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഒരു 100 ആളുണ്ട്. വേറെ എവിടെയാ ഇവിടെ? അങ്ങനെ ഈ ആകെ പ്രശാന്തിന്റെ കണക്കനുസരിച്ച് 1000 ആളുകൾ മാത്രമാണ് ഈ പാർട്ടിയിലുള്ളതെങ്കിൽ എന്തിനാണ് അവരെ വെറുതെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കി നിർത്തുകയും ഇത്രയധികം സീറ്റൊക്കെ കൊടുത്ത് അവർക്ക് 4 മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നത്? അവരെ ഒഴിവാക്കി കൂടെ? എല്ലാം വേറെ എവിടെയാ പോവാൻ പറ്റുക? ഇപ്പൊ കോൺഗ്രസിന്റെ പറഞ്ഞെങ്കിൽ അത്ര ദുർബലരായ ആളുകളെ എന്തിനാണ് കൂടെ കൂട്ടി നിർത്തിയിരിക്കുന്നത്? കൂടെ കൂട്ടുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിർത്തുക എന്നല്ലാണ്ട് വേറെ ഒരു യൂണിറ്റിക്ക് വേണ്ടി അങ്ങനെ ഇടതുപക്ഷക്കാരെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ CPM.
അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ബഹുജന RSP മറുകണ്ഠം ചാടിപ്പോയി ഫോർവേഡ് ബ്ലോക്കിനെ പോലെ പാർട്ടി ചെറുതാണെങ്കിൽ ഈ പറയുന്ന 1000 പേരൊക്കെ അവർക്ക് എടുക്കാൻ കാണും. നിങ്ങൾ പറയുന്ന CPI ഒരു 1000 പേരെ ഉള്ളെന്നുള്ള ശക്തി കുറച്ചൊക്കെ പറയുന്നതിനൊരു അവർക്ക് ശക്തി താരതമ്യേന കുറവാണെന്ന് പറഞ്ഞാൽ അത് ന്യായമുണ്ട്. പക്ഷെ ആകെ 1000 പേരിൽ താഴെ ഉള്ളു എന്നൊക്കെ പറയുന്നത് അത് ഏത് കണക്കാണ്? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ സീറ്റൊന്നും കൊടുക്കണ്ടല്ലോ. സാറേ ഞാനൊരു ഒറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. RSPന് എത്രയോ കാലമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. RSP വരാത്ത നമ്മളെ കുറ്റമല്ലല്ലോ. അല്ല, ഞാൻ അതുകൊണ്ട് ചോദിച്ചതല്ല. താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഒരു ഐക്യത്തിന് വേണ്ടി വലിയ ത്യാഗം സഹിച്ച് CPIക്ക് ഇത്രയേറെ സീറ്റ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. സാർ എന്തായാലും വന്നിട്ട് എന്ന് പറഞ്ഞാല് തുടർ ഭരണം കിട്ടുന്ന സമയത്ത് വേറെ ഒരു നിവൃത്തിയുമില്ലാതെ വന്നിട്ട് കൂടെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പൊ 4 കോൺഗ്രസിന്റെ ഇപ്പൊ UDFന്റെ കൂടെ പോയി കഴിഞ്ഞാൽ എത്ര മന്ത്രി കിട്ടും? അത് കിട്ടുമെന്ന് തന്നെ സംശയമാണ്. UDF വന്നിട്ട് ഇന്ത്യയിൽ തന്നെ എല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പ് വെച്ച കലം പോലെ ആയിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്. ഇപ്പം പിന്നെ എല്ലാ സ്ഥലത്തും അടിയാ. നമ്മുടെ പാർട്ടി എന്താണെന്ന് കൂടി ആലോചിച്ചിട്ട് വേണം ഓരോരുത്തരും അവരവരുടെ പാർട്ടി കാര്യങ്ങളൊക്കെ. ഇവിടെ കേരളത്തില് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാം നല്ല അടിത്തറയുള്ള പാർട്ടി. കേരളത്തിൽ അങ്ങനെ കുഴപ്പമില്ല. താങ്കൾ ഇന്ത്യയുടെ ആകെ അവസ്ഥ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ല, കേരളത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ശ്രീ തോമസ് ആണ് ശ്രീ തോമസ്, താങ്കൾ എങ്ങനെ കാണുന്നു ഈ CPM CPI തർക്കം? അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ളത്? അത് എന്നാ സാറേ പരിഹരിക്കപ്പെടാൻ സാധ്യത? അത് എന്നും സംഭവിക്കുമ്പോൾ തന്നെ സംഭവിക്കും. കാരണം ഇപ്പോഴത്തെ നേതാക്കന്മാരെല്ലാം ആ ടൈപ്പ് നേതാക്കന്മാരാണല്ലോ. പണ്ടൊക്കെ CPI തിരുത്തി നല്ല ഒരു ഇതിൽ കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇന്ന് തിരുത്താൻ ആരുണ്ട്? ഭരണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനും അതിന്റെ ആനുകൂല്യം പറ്റാനും ആളുള്ളൂ. നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തി. കാരണം നമുക്കറിയാലോ, ഒരു രാത്രി വൈകുന്നേരം ഇവിടുന്ന് പോയി തലയിൽ മുണ്ടിട്ട് ഈ ഉപ്പ് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് എന്നിട്ടാണ് ഇത് പിറ്റേ ദിവസം അറിഞ്ഞു വെച്ചോണ്ട് ഇത് ചർച്ച ചെയ്യണമെന്ന് മന്ത്രിമാര് പറഞ്ഞപ്പോ ചർച്ച ചെയ്യാം. നമ്മുടെ MA സാർ പോലും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നും സംഭവിക്കാൻ പോലില്ല. അവര് ഇന്നിപ്പോ ശിവൻകുട്ടിയെ കണ്ട് നാളെ അത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അതൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ട വരും, അതാണ് ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പിന്നോക്കം പോയി ആർട്ടിസ്റ്റിന്റെ വഴിയിലേക്ക് തന്നെ വരും. അതുകൊണ്ട് ഇതിന് വലിയ ഇതൊന്നും വരുമെന്ന് നമ്മൾ വിചാരിക്കുകയൊന്നും വേണ്ട. പക്ഷെ ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് CPI വഴങ്ങി ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് പറഞ്ഞവരും ഈ പദ്ധതി എതിർത്തവരും ഒക്കെയുണ്ട്. എന്നാലും ഭൂരിഭാഗം പേരും CPIക്ക് തന്നെ വഴങ്ങേണ്ടി വരും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അഭിപ്രായങ്ങൾ പറഞ്ഞേണ്ടി വന്നത്. ഇപ്പോൾ ലഭ്യമായ സൂചനകളും ഏറെക്കുറെ ആ തരത്തിലൊക്കെയാണ്. ചില വ്യവസ്ഥകളൊക്കെ CPM-മായി വെച്ചിട്ടുണ്ട്. NEP നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് വേണം. CPI-യുമായി ചർച്ച നടത്താതെ ഒപ്പിട്ടത് വീഴ്ചയാണ് എന്നത് അംഗീകരിക്കണം, പരസ്യമായി അംഗീകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ച് അവസാനം ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇനി CPIയുടെ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്കോ ധാരണയിലേക്കോ എത്താൻ സാധ്യതയുള്ളത്. എന്തായാലും നമ്മുടെ പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.